ഇന്ന് കർക്കിടകം 1, രാമായണ മാസം ആരംഭം. ഈ മാസത്തിൽ ശ്രീരാമന്റെ അനുഗ്രഹം എല്ലാവർക്കും എല്ലാ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വ്ലോഗ് ഇന്ന് തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ എണീച്ച് കുളിച്ച് വിളക്ക് കത്തിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ മാസവും അമ്മ വായിക്കാറുണ്ട് രാമായണം. ഈ പ്രാവശ്യം വായിക്കുന്നില്ല കേട്ടോ, കാരണം അമ്മയ്ക്ക് സുഖമില്ലാതായിട്ട് അമ്മേൻ്റെ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് വായിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് വായിക്കണമല്ലോ. അപ്പോൾ പകുതിക്ക് വെച്ച് നിർത്തുമോ എന്നൊക്കെ ഒരു ഭയം എനിക്ക്. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എനിക്ക് വായിക്കാൻ കംപ്ലീറ്റ് ആവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വായിക്കുന്നില്ല കേട്ടോ. രാവിലെ എണീച്ച് കുളിച്ച് നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞതാ ഞാൻ എൻ്റെ ചന്ദനക്കുറിയൊക്കെ ഇട്ട് വേഗം അടുക്കളയ്ക്കുള്ള പണി ഒരുക്കട്ടെ, കാരണം അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ ചായ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാനും, വന്നിട്ട് വേണം കുടിക്കാനും കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും പഴമാണ് കേട്ടോ. അപ്പോൾ പുട്ടിക്കുള്ള തേങ്ങ പൊളിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയി വരണമായിരുന്നു. ആ ഏട്ടന് പണിക്ക് പോകാൻ നേരം വെക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നേരത്തെ പോകണം വിചാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തേക്ക് പോകണം പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്പലത്തേക്ക് പോയി വന്നതിന് ശേഷം പോവാ വിചാരിച്ചിട്ടോ. പിന്നെ വേഗം അമ്പലത്തിൽ പോയി തൊഴുത് വരണം. അത് കഴിഞ്ഞിട്ട് ഏട്ടന് പണിക്ക് പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തേങ്ങ പൊളിച്ച് മക്കളെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. ചായക്ക് പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴം ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. പിന്നെ തേങ്ങ പൊളിച്ച് ചിരകി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പുട്ട് വേഗം പണിയൊരുക്കിയിട്ട് വേണം ബാക്കി കുട്ടികളെ കുളിച്ച് റെഡിയാക്കാനുണ്ട്. ബാക്കി പണികളൊക്കെ വന്നിട്ട് എടുക്കാൻ വിചാരിച്ചിട്ട്, കാരണം അങ്ങനത്തെ സമയം ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് അമ്പലത്തിൽ പോയി തൊഴുത് വരാൻ വിചാരിച്ചിട്ടാണ്. കുറച്ച് ദിവസമായി ആ അമ്പലത്തിൽ പോയിട്ട്. വില്ലത്തൂർ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന അമ്പലം വില്ലത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇപ്പം രാമായണ മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ ശ്രീരാമസ്വാമിനെ ഒന്ന് കാണാൻ വിചാരിച്ചിട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന അച്ഛനും പുട്ട് കൂടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതാ ചായ റെഡിയാക്കുന്നുണ്ട്. പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിന് ഞാൻ ചായപ്പൊടി ഇട്ടുകൊടുത്ത് അങ്ങനെ ശരിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വേഗം അപ്പോൾ ഏട്ടൻ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ നീച്ച് കുളി കഴിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, വേഗം ഒരുങ്ങിക്കോളി, റെഡി ആയിക്കോളി, സമയമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ കണ്ടില്ല ഞാൻ വീഡിയോ എടുക്കണമെന്ന്. ചിലപ്പോൾ കണ്ടാൽ ചീത്താറ് നേരം വേഗം വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനിതാ വീഡിയോ ഒക്കെ എടുക്കുന്നത് സർപ്രൈസ് ആയിട്ട് എടുക്കുകയാണ്. സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല, കാണാതെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഇട്ട് വെച്ച് ചായ അങ്ങനെ മാറ്റി വയ്ക്കാൻ നിൽക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ വേഗം ഇനി പുട്ടും കൂടി ഉണ്ടാക്കിയാൽ മതി. പുട്ട് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, കാരണം പുട്ടയ്ക്ക് പഴം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേഗം ഇതാക്കിയിട്ട് വേണം മക്കളെ എണീപ്പിക്കാൻ കേട്ടോ. പിന്നെ അങ്ങനെ പുട്ടുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ അതിന് ഞാൻ ഉപ്പ് ചേർത്ത് പിന്നെ വെള്ളത്തിൽ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ചില വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ പുട്ടായിരിക്കുന്നു. പുട്ട് എൻ്റെ ഏട്ടന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ്. അത് മാത്രമല്ല, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ, അതേപോലെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് മക്കളും കാര്യങ്ങളൊക്കെ ഉള്ള ഫാമിലീസൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട്. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും ഇല്ല കേട്ടോ. കാരണം പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പുട്ട് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി
കുറ്റിയിലോട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ്. തേങ്ങ പുട്ടുപൊടി, തേങ്ങ പുട്ടുപൊടി അങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പുട്ട് റെഡിയാക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ മക്കളൊക്കെ എണീപ്പിച്ച് കുളിപ്പിച്ച് അവരെ ഒരുക്കി കൊടുത്തിട്ട് ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡി ആകുന്നുണ്ട്. ഞാനിതായി ഒരു ഗ്രീൻ കളർ ധാവണിയാണ് കേട്ടോ എടുക്കുന്നത്. പെട്ടെന്ന് എടുത്തിട്ട് വലിയ കറക്റ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, കാരണം അപ്പം തന്നെ നേരം വൈകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ പണിയും കാര്യങ്ങളും കുട്ടികളെ കുളിപ്പിച്ച് അവരെ ഒരുക്കുക കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ രാവിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഒരുങ്ങുകയാണ്. അപ്പം ഞാനത് ധാവണിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മുടിയെ കെട്ടി വല്ലാതെ ഒരുങ്ങാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറുതായിട്ട് മേക്കപ്പും കാര്യങ്ങളും ഇട്ടിട്ടുള്ളത്. അതാ ഞാൻ പിന്നെ ഒരുങ്ങുന്ന കുറച്ച് വീഡിയോസ് കാണാം കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ട്, അത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഇല്ലത്തൂർ ക്ഷേത്രത്തിലേക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രമാണ് കേട്ടോ, ശ്രീരാമക്ഷേത്രമാണ്. ഇവിടെ ശ്രീരാമസ്വാമി ഉണ്ട്, ദേവിയുണ്ട്, ഹനുമാൻ സ്വാമി ഉണ്ട്, അതുപോലെ തന്നെ അയ്യപ്പനുണ്ട്. ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ അമ്പലം. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ചായിന്ന് പറഞ്ഞത്, ഇപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു പോയിട്ട്. അപ്പോൾ പിന്നെ എനിക്കൊരു ആഗ്രഹം അവിടെ നിന്ന് പോയി വരാലോ. അപ്പോൾ പിന്നെ അങ്ങനെ പോയി വന്നതാണ് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ കഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നു, കർക്കിടക കഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഞ്ഞി മക്കൾക്ക് കൊടുത്ത് ഞങ്ങൾ കുടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകും. ഇതാണ് അമ്പലത്തിലെ വിശേഷം കേട്ടോ.